വലിയ ബഹളം കേട്ട് ചെന്ന് നോക്കുമ്പോൾ നല്ല യുദ്ധം നടക്കുകയാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഊഞ്ഞാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, അവരെ എഴുന്നേപ്പിച്ചിട്ട് ഞാനിത് നന്നായിട്ടും നാടി. അങ്ങനെ ഒരു പരിഹാരം കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ചയും കാണാൻ പറ്റി. ഇന്ന് രാവിലെ ചായക്ക് വേണ്ടി ഉപ്പുമാവായതുകൊണ്ട് രണ്ടുപേർക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. രണ്ടുപേരും കഴിച്ചിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കിച്ചണിലേക്ക് ചെന്നപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ആലോചനയിലായി. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഇലയുടെയാണ്. ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മൈദാമാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൈദയും ഉപ്പും വെള്ളവും നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിനൊരു ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ശർക്കരയും തേങ്ങയും ഏലക്ക, ജീരകം, ചെറുപയർ എന്നിവ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കള്ളൻ വന്ന് തേങ്ങ ഇങ്ങനെ കട്ടുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. 1-2 തവണ കട്ടുകൊണ്ട് പോയപ്പോൾ ക്യാമറ മെല്ലെ കള്ളൻ്റെ നേരെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ കള്ളനൊരു ചിരി ഉണ്ടായിരുന്നു. എവിടെ തേങ്ങ വെച്ചാലും കള്ളൻ അത് എടുത്തുകൊണ്ട് പോലെ സ്ഥിരം പരിപാടി തന്നെയാണ്. തേങ്ങയിലേക്ക് ബാക്കിയുള്ളവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല കേട്ടോ. മെയിൻ താരം വാഴയിലയാണ്. വാഴയില എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു വാഴമേ പോയി 2-3 ഇല കീറിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇലയിലേക്ക് മൈദാമാവ് അങ്ങോട്ട് പരത്തി വെച്ചിട്ട് അതിലേക്ക് മിക്സ് കോരിയിട്ട്, ചെറിയ സ്പൂൺ എടുക്കരുത് കേട്ടോ, കുറച്ച് വലുതെടുത്തോട്ടോ. കാരണം എത്ര ഇട്ടിട്ടോ അങ്ങോട്ട് ആവണില്ല. ഇല നന്നായിട്ട് അമർത്തി അടച്ചിട്ട് ഇഡ്ഡലി പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് ആ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലൊരു തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇലയുടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുത്തിക്കൊള്ളിച്ചാണ് വെച്ചത്. പിന്നെ ഗ്യാസിലേക്ക് വെച്ചിട്ട് റീൽസ് കാണാൻ പോയി. റീൽസ് കണ്ടു വന്നപ്പോഴേക്കും നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ചെറുത് നോക്കി എടുത്ത് ഒന്ന് മുറിച്ചൊക്കെ നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ.